ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ മുരളീധരനും പറഞ്ഞതാണ്. അതായത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണ്ടേ എന്നുള്ളതാണ് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ രാഷ്ട്രീയം കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിർത്തിയ ചിത്രത്തിന്റെ പേരിലാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം അടൂർ പ്രകാശിനുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ ഒരു സ്ഥിരീകരണവും നടത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ചില തെളിവുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന സൂചന. കേരളത്തിനകത്ത് കൂടാതെ കേരളത്തിന് പുറത്ത് കൂടിക്കാഴ്ച നടത്തിയത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ അതെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. മാത്രവുമല്ല, ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോയവർ, കൊണ്ടുപോയ രമേശ് റാവു ഉണ്ട്, അനന്ത സുബ്രഹ്മണ്യനുണ്ട്. ഇവരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള പടത്തിൽ അടൂർ പ്രകാശിനൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കൂടാതെ വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതും പ്രധാനമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി, ഇത് നിർണായകമാകുന്നത് ഈ ഒരു സമയം തന്നെയാണ്. ഈ ഒരു സമയം ഏതൊരു തരത്തിലുള്ള ചെറിയ നീക്കം പോലും വലിയ തോതിൽ രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് തിരികൊളുത്താവുന്ന ഒരു സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മൂന്ന് മുന്നണികളും അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടം. ചെറിയ ഒരു രാഷ്ട്രീയ അനക്കം പോലും വലിയ തോതിൽ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിച്ചേക്കാവുന്ന നീക്കങ്ങൾ നടക്കുന്ന ഒരു സമയം. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ രണ്ടാമത് എന്ന് ചോദ്യം ചെയ്യും എന്നുള്ള വിഷയം ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കളിൽ ഒരാളായ അടൂർ പ്രകാശ് SITയുടെ കൈകളിലേക്ക് പോകുന്നത്, ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നത്, ഇതൊരു വലിയ രാഷ്ട്രീയ ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ തുടർച്ചയായി ഇന്നും കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന നിലയിലേക്ക് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുണ്ട് എന്ന് തെളിയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എങ്കിൽ അത് വലിയ സംഭവമായി കേരള രാഷ്ട്രീയത്തിൽ മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ CPIM-നെതിരെ, സർക്കാരിനെതിരെ, LDF-നെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരുപാട് വടികളുണ്ട് കോൺഗ്രസിന്റെയും UDF-ന്റെയും കയ്യിൽ. അതിനിടയിൽ തിരിച്ചടിയോട് ഒരടി കൊടുക്കാനുള്ള വടിയായി അടൂർ പ്രകാശ് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. സജീഷ്, ഇപ്പോൾ ഏത് സമയത്താണ് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണല്ലോ നിർണായകം. വളരെ മുമ്പ് തന്നെ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ചിത്രങ്ങൾ വന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷേ വിളിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം സഭയിൽ നടന്നിരിക്കുന്ന കോലാഹലങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. സഭയിൽ പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധവും ആ പ്രതിരോധത്തിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും ഭരണപക്ഷവും പ്രകടിപ്പിക്കുന്നു. പുറത്തേക്ക് പ്രകടനം ഭരണപക്ഷം നടത്തുന്നു. ഇതൊന്നും പതിവില്ലാത്തതാണ്. അതിലൊരു വല്ലാത്ത തരം ആത്മവിശ്വാസം പ്രകടമായിരുന്നു. അതിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പൊതുപ്രസംഗവും പ്രധാനമാണ്. അതിന് തൊട്ടു പിന്നാലെ ഇതാ ഏത് സമയത്ത് അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നു എന്നുള്ള രാഷ്ട്രീയമായി വളരെ നിർണായകമാണല്ലോ സജീഷ്. അപ്പോൾ അതിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ്. തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കാനുള്ള തന്ത്രമാണ്. യഥാർത്ഥത്തിൽ SITയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, ആഭ്യന്തര വകുപ്പാണ് എന്ന ആരോപണം കടുപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ അതുകൂടി പരിശോധിച്ചു പോകേണ്ടതുണ്ട് സജീഷ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എടുത്ത സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയാം. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ LDF പ്രതിരോധത്തിലായ ശേഷം പിന്നീട് ഒരു മടങ്ങി വരവിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായി തിരിച്ചടിക്കാനുള്ള LDF കോപ്പ് കൂട്ടുന്ന സമയമാണ് ഇത്. അത് നിയമസഭാ സമ്മേളന കാലയളവിൽ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആരോപണങ്ങളെയും അതേപോലെ തന്നെ തിരിച്ചടിക്കുന്നു. പ്രതിപക്ഷം കാണിക്കുന്ന അഗ്രസീവായ സമര പ്രകടനങ്ങൾക്ക് മുന്നിൽ അതേപോലെ തന്നെ അഗ്രസീവായ സമര പ്രകടനങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നാകുന്നു, പുറത്തേക്ക് വരുന്നു. അങ്ങനെ പല രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തങ്ങൾ മാത്രമല്ല ആരോപണ മുനയിലുള്ളത്, തങ്ങളുടെ നേതാക്കൾ മാത്രമല്ല ഇത്തരത്തിൽ ആരോപണ മുനയിലുള്ളത്. UDF-നും ഇതിന് തുല്യ പങ്കാളിത്തം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള നീക്കം LDF-ന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം ഉണ്ടായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ്. അല്ലെങ്കിൽ LDF-ന്റെ മധ്യമേഖല ജാഥയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ്. അതായത് 2004 നമുക്കറിയാം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം ഉയർന്നത് 2017 ശേഷമാണ്. പക്ഷേ 2004 മുതൽ തന്നെ പോറ്റി അവിടെ ഉണ്ടായിരുന്നു. ആ പോറ്റിയെ കയറ്റിയത് അന്നത്തെ UDF ദേവസ്വം ഭരണസമിതിയാണ്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നത് KC വേണുഗോപാലാണ്.
സ്വാഭാവികമായിട്ടും അത്തരമൊരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിക്കണമെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ നീക്കമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി കിട്ടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ വോട്ടുകൾ പോൾ ചെയ്ത അടിസ്ഥാനത്തിലാണ്. ആ രാഷ്ട്രീയ വോട്ടുകൾ പോൾ ചെയ്യാനുള്ള കാരണമായിട്ട് LDF പോലും വിലയിരുത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളെ ചൂടുപിടിച്ചുകൊണ്ട് UDF നടത്തിയ രാഷ്ട്രീയ പ്രചരണമാണ്. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചരണം വീണ്ടും UDF ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് LDFന് അറിയാം. അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായാൽ UDFന് നേരെ ഉണ്ടായാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നത് LDFന് നിശ്ചയമായും അറിയാം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ആക്രമണം തിരിച്ച UDF പാളയത്തിലേക്ക് നടത്താൻ LDFും CPM ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളെല്ലാം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ കൂളക്കമായി മാറും. രണ്ട് മുന്നണികളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ജാഥകൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ ജാഥകളെല്ലാം തന്നെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും എന്നും ഉറപ്പാണ്.